തമിഴ്നാട്ടിലെ കാഞ്ചീപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് കൈലാസനാഥർ ക്ഷേത്രം. 1000 ക്ഷേത്രങ്ങളുടെ നാടെന്ന പേരിൽ വിശ്വാസികളുടെ ഇടയിൽ പ്രസിദ്ധമായ കാഞ്ചീപുരം ഓരോ സഞ്ചാരിയെയും ഓരോ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകും. കാഞ്ചീപുരത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് കാഞ്ചി കൈലാസനാഥ ക്ഷേത്രം. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേദാവതി നദിയുടെ തീരത്തായാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല്ലവ രാജവംശത്തിലെ രാജസിംഹൻ 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. സാൻഡ്സ്റ്റോണിലാണ് ഈ പുരാതന ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാഞ്ചീപുരം നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ക്ഷേത്രം പരിപാലിച്ചു വരുന്നത്. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ നെടുകെ വരെയുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ്. കൂടാതെ വൈകിട്ട് 6:30 തന്നെ ക്ഷേത്രം അടയ്ക്കുന്നതും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രധാന കോവിലിൽ പ്രതിഷ്ഠിച്ച കറുത്ത ഗ്രാനൈറ്റ് കല്ലിൽ 16 വശങ്ങളുള്ള ശിവലിംഗമുണ്ട്. ഇവിടുത്തെ ശിവലിംഗത്തിന്റെ വലതുഭാഗത്തുള്ള ഒരു ഉയരം കുറഞ്ഞ ചെറിയ വഴിയിലൂടെയാണ് ശിവലിംഗത്തിനെ വലം വെക്കേണ്ടത്. പുറത്തേക്കുള്ള വഴിയും ഇതുപോലെ തന്നെ ചെറുതാണ്. അകത്തേക്ക് കയറാൻ ചെറുതായി കുനിയുകയും പിന്നീട് നടന്ന് വലം വെക്കുകയും അവസാനം കുനിഞ്ഞു തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രദക്ഷിണം. ചെറുപ്പം, യൗവനം, വാർദ്ധക്യം എന്നീ 3 അവസ്ഥകളെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് പരമശിവൻ പുനർജന്മം നൽകി കഷ്ടപ്പെടുത്തുകയില്ലെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. പ്രധാന ശ്രീകോവിലിന് ചുറ്റും 9 ആരാധനാലയങ്ങളുണ്ട്. പുറത്ത് 7, അകത്ത് 2. ഓരോ ക്ഷേത്രവും ശിവന്റെ വ്യത്യസ്ത രൂപങ്ങൾ ചിത്രീകരിക്കുന്നു. ഇതിൽ 58 ചെറിയ ആരാധനാലയങ്ങളുമുണ്ട്. നരസിംഹവർമ്മൻ 2-ാമൻ ദക്ഷിണേന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഘടനാപരമായ ക്ഷേത്രമാണിത്. അദ്ദേഹത്തിന്റെ മകൻ മഹേന്ദ്രവർമ്മൻ 3-ാമൻ മുൻഭാഗവും ഗോപുരവും പൂർത്തിയാക്കി. മഹാബലിപുരത്ത് കാണുന്നത് പോലെ മുൻകാല ക്ഷേത്രങ്ങൾ ഒന്നുകിൽ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗുഹകളിലോ പാറക്കല്ലുകളിലോ പാറകളിലോ വെട്ടിയുണ്ടാക്കുകയായിരുന്നു. കൈലാസനാഥർ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ സമാനമായ മറ്റ് ക്ഷേത്രങ്ങളുടെ ട്രെൻഡ് സെറ്ററായി മാറി. യുദ്ധസമയത്ത് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ക്ഷേത്രം ഒരു സുരക്ഷിത സങ്കേതമായിരുന്നു. രാജാക്കന്മാർ നിർമ്മിച്ച ഒരു രഹസ്യ തുരങ്കം രക്ഷപ്പെടാനുള്ള മാർഗമായി ഉപയോഗിച്ചിരുന്നു. അതിപ്പോഴും ദൃശ്യമാണ്. രാജരാജ ചോള 1-ാമൻ ക്ഷേത്രം സന്ദർശിക്കുകയും ബൃഹദീശ്വര ക്ഷേത്രം പണിയാൻ ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കാഞ്ചീപുരത്തെ ശ്രദ്ധേയമായ നിരവധി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൈലാസനാഥ ക്ഷേത്രം. മറ്റുള്ളവ ഏകാംബരനാഥ ക്ഷേത്രം, കാമാക്ഷി അമ്മൻ ക്ഷേത്രം, കുമാരകോട്ടം ക്ഷേത്രം, വരദരാജപെരുമാൾ ക്ഷേത്രം എന്നിവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.